പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യൂദത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത് ജലക്ഷാമം കൊണ്ട് തളർന്ന ഇസ്രായേൽ ജനത്തെയും അവരുടെ നഗരങ്ങളെയും തട്ടിയെടുക്കുവാനായി ശ്രമിക്കുന്ന ബെർത്തൂലിയ ജനത്തിൻ്റെ ഭരണാധികാരികളെയാണ്. ഈ ഭരണാധികാരികൾ കർത്താവിൻ്റെ മുമ്പിൽ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് കർത്താവിനെ പ്രകോപിപ്പിക്കുവാനായിട്ട് നോക്കുമ്പോൾ യൂദിത്ത് അവരെ ശാസിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക: നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കരുത്. ഭീഷണിക്ക് വഴങ്ങുവാനും തർക്കിച്ച് കീഴടക്കുവാനും ദൈവം മനുഷ്യനെ പോലെയല്ല. ഈ വാക്കുകൾ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൽ ഏറെ ഉപയോഗപ്രദമായ ഒന്നാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ വ്യവസ്ഥകൾക്ക് അതീതമായ പ്രാർത്ഥനകളായി മാറുമ്പോൾ ഈ തിരുവചനം നമ്മളോടും ഇപ്രകാരം പറയും: നീ ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കരുത്. നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രം നടക്കണം എന്ന് നമ്മൾ ശഠിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കർത്താവിൻ്റെ മുമ്പിൽ സ്വീകാര്യമായ ഒന്നായി മാറുകയില്ല. കർത്താവിൻ്റെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കുവാൻ മനുഷ്യരായ നമുക്ക് യാതൊരുവിധ അവകാശവുമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് കർത്താവിന് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്, പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ എപ്പോഴും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. കർത്താവിൻ്റെ ലക്ഷ്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട്, ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കാതെ, ആ ലക്ഷ്യങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ പദ്ധതികളോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാൻ ഉള്ള ശക്തിയും കരുത്തും നമുക്ക് പരിശുദ്ധാത്മാവ് വഴി ഈശോ പ്രദാനം ചെയ്യട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.